ഹായ് ഫ്രണ്ട്സ്, അഞ്ജുമി അജു വ്ളോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മണിക്കൂറിനുള്ളിൽ വീട്ടിൽ ഏറ്റവും എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രോസ്റ്റാണ്. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് 1 കിലോ ചിക്കനാണ്. വൃത്തിയാക്കി വെച്ച ചിക്കൻ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായി കുത്തുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ഉള്ള ദേഷ്യം ഇതിൽ തീർക്കാം. അതുകൊണ്ടുള്ള പ്രയോജനം മസാല നന്നായിട്ട് ചിക്കനിൽ പിടിച്ചോളും. ഇനി അതിന് മസാല തയ്യാറാക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് 1 ഗ്ലാസ് പാല്, അതിലേക്ക് 2 ടീസ്പൂൺ വിനെഗറും ഒഴിച്ച് 5 മിനിറ്റ് നേരത്തേക്ക് അടിച്ചു വെക്കാം. അത് കഴിഞ്ഞ് മിക്സ് ചെയ്യാം നമുക്ക്. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1/4 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ ഇടാം. മിക്സ് ചെയ്തതിന് ശേഷം തയ്യാറാക്കി വെച്ച ചിക്കൻ മസാലയിലേക്ക് ഇടാം. ചിക്കൻ മുങ്ങുന്ന രീതിയിലായിരിക്കണം. ഇനി ഒരു 45 മിനിറ്റ് നേരത്തേക്ക് ഫ്രിഡ്ജിൽ സോക്ക് ചെയ്ത് വെക്കാം. സോക്ക് ചെയ്ത് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രീസറിൽ ആരും വെക്കരുത്. ഇനി മസാല തയ്യാറാക്കാം. 1 കപ്പ് മൈദ, 1/2 കപ്പ് കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 കോഴിമുട്ട, 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ഗ്ലാസ് തണുത്ത വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ട കെട്ടാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഏകദേശം ഈ ഒരു പരുവത്തിലായിരിക്കണം മാവ് തയ്യാറാക്കേണ്ടത്. ഇനി നമുക്ക് ചിക്കൻ കോട്ട് ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. അതിനായി 1 കപ്പ് മൈദ, 1/2 കപ്പ് ഓട്സ്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം, ഓരോ മാഗ്നേഷനിലും നിങ്ങളുടെ പാകത്തിന് ഉപ്പിടാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് 45 മിനിറ്റിനുള്ളിൽ സോക്ക് ചെയ്ത് വെച്ച ചിക്കൻ പുറത്തെടുക്കാം. തയ്യാറാക്കി വെച്ച മസാലയിലോട്ട് ചിക്കൻ നല്ലപോലെ ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം കോട്ട് ചെയ്തെടുക്കാം. ചിക്കൻ കോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ചിക്കൻ കാണാത്ത രീതിയിൽ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. നല്ലപോലെ പ്രസ് ചെയ്ത് എടുക്കുക. നമുക്ക് ബാക്കി ചിക്കനും ഇതേപോലെ ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം, നമ്മളുടെ ചട്ടിയുടെ വലിപ്പം അനുസരിച്ച് മാത്രം ചിക്കൻ 1 by 1 ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് നമുക്ക് ഓരോ ചിക്കനും ഇതേപോലെ പൊരിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തിരിച്ചു മറിച്ചിട്ടുകൊണ്ട് വേവിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മളുടെ ബ്രോസ്റ്റ് ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. 1 മണിക്കൂറിനുള്ളിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തത്. ക്രിസ്പിനെസ്സും സോഫ്റ്റും ടേസ്റ്റുമായിട്ടുള്ള ബ്രോസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണ്. മസ്റ്റ് ട്രൈ ആണ്. എന്തായാലും നിങ്ങളും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് തരാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ.